അക്രമ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് അത് ഇടയാക്കും എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. ടോപ്പ് ഹെഡ്ലൈൻസ് ആരംഭിക്കാം. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. 609 പേർ സമ്പർക്ക പട്ടികയിൽ. മരണശേഷം നിപ്പ സ്ഥിരീകരിച്ച കുമരംപുത്തൂർ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ 112 പേർ. സംസ്ഥാനത്ത് ആകെ 38 പേർ ഹയസ്റ്റ് റിസ്ക് പട്ടികയിൽ. പാലക്കാട് 5 പേർ ഐസൊലേഷനിൽ. അഹമ്മദാബാദ് വിമാനാപകടത്തെ തുടർന്ന് ബോയിംഗ് വിമാനങ്ങളുടെ സ്വിച്ചുകൾ പരിശോധിക്കാൻ നിർദ്ദേശം. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിക്കണമെന്ന് DGCA. പരിശോധന ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണം. നിർദ്ദേശം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ. പുതുക്കിയ കീം റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട ഹർജി നാളെ പരിഗണിക്കും. സുപ്രീം കോടതി പരിഗണിക്കുന്നത് കേസിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി. തടസ്സ ഹർജിയുമായി CBSE വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ കവിയറ്റ് ഫയൽ ചെയ്തു. തങ്ങളുടെ ഭാഗം കേൾക്കണമെന്ന് CBSE വിദ്യാർത്ഥികളുടെ ആവശ്യം. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. VCയെ നേരിട്ട് നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന വിധിക്കെതിരായ അപ്പീൽ ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച ഡിവിഷൻ ബെഞ്ച്. ഗവർണർ സർക്കാരിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി. സർക്കാർ വാദം കോടതി ശരിവെച്ചുവെന്ന് മന്ത്രി R. ബിന്ദു. കേരള സർവകലാശാലയിലെ പോരിനിടെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി VC മോഹൻ കുന്നുമ്മൽ. സാഹചര്യം ഗവർണറെ അറിയിച്ചുവെന്ന് VC. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനത്തിന് സാധുതയില്ല എന്ന് മോഹൻ കുന്നുമ്മൽ. സിൻഡിക്കേറ്റും രജിസ്ട്രാറും പറയുന്നത് ഇല്ലാത്ത കടലാസിനെ കുറിച്ച്. സർവകലാശാലയിൽ വരാൻ ഒരു ഭയവുമില്ല എന്നും മോഹൻ കുന്നുമ്മൽ. Axiom 4 ദൗത്യസംഘം തിരികെ ഭൂമിയിലേക്ക്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡ്രാഗൺ പേടകം യാത്രയാരംഭിച്ചു. സംഘത്തിൽ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയടക്കം 4 പേർ. പേടകം നാളെ കാലിഫോർണിയയ്ക്കടുത്ത് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങും. യൂത്ത് കോൺഗ്രസിനോടുള്ള വിമർശനത്തിൽ ഉറച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. കുറവുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശപരമായ നിർദ്ദേശം മാത്രം. നേതാക്കൾ പഞ്ചായത്തുകളിലും സജീവമാകണം. യൂത്ത് കോൺഗ്രസിന് പലയിടത്തും മണ്ഡലം കമ്മിറ്റികൾ പോലും ഇല്ല എന്നും PJ കുര്യൻ. നിമിഷപ്രിയയുടെ മോചനത്തിന് യമനിൽ നിർണായക നീക്കം. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച നടത്തുന്നത് യമനിലെ സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ. ചർച്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അഭ്യർത്ഥനയെ തുടർന്നെന്ന് റിപ്പോർട്ടുകൾ. നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. ഗോവയ്ക്ക് പുതിയ ഗവർണർ. PS ശ്രീധരൻപിള്ളയുടെ കാലാവധി പൂർത്തിയായി. അശോക് ഗജപതി രാജു പുതിയ ഗോവ ഗവർണർ. ഹരിയാന, ലഡാക്ക് ഗവർണർമാർക്കും മാറ്റം. വിവാഹമോചന കേസുകളിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. പങ്കാളിയുടെ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം തെളിവായി പരിഗണിക്കാം. മൗലികാവകാശ ലംഘനം എന്ന നിലയിൽ തെളിവ് ഒഴിവാക്കാൻ കഴിയില്ല. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി വിധി റദ്ദാക്കി സുപ്രീം കോടതി. നാട്ടിക MLA CPI നേതാവ് CC മുകുന്ദന്റെ വെളിപ്പെടുത്തൽ. CPI തൃശൂർ ജില്ലാ കൗൺസിലിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ മറ്റ് പാർട്ടികളിലേക്ക് ക്ഷണമുണ്ടായി. കോൺഗ്രസ്, BJP, CPIM നേതാക്കൾ ക്ഷണിച്ചു. പാർട്ടി വിടില്ല എന്ന് CC മുകുന്ദൻ. കേരളത്തിലെ സർവകലാശാല തലത്തിലുള്ള പോരാട്ടം, ഗവർണറുമായി സർക്കാർ നടത്തുന്ന പോരാട്ടം, തിരിച്ച് ഗവർണർ സർക്കാരുമായി നടത്തുന്ന പോരാട്ടം എന്നിവയ്ക്കിൽ ഗവർണറുടെ ഭാഗത്ത്